எத்தனை நாள் இந்த ஆரம்பிச்சிருக்கிற? ஒரு வாரமாங்க. ஏன் இப்படி போட்டாங்களா ஆங்கரம் பண்ணுறான்னு சொல்லி? இல்லை விளையாண்டுருவாங்கண்ணா. பத்தாவது விளையாடுறதுக்கு போகிறேன்னு சொல்லி இதை கொடுத்துருக்காரா? இப்போ நான் விளையாடுறதுக்கெல்லாம் போகிறது இல்லையா? விளையாடுறது போயிட்டு வந்து விட்டுட்டேன். ഞാൻ തെന്നി കുര്യൻ അച്ഛനാണ്. മൈസൂർ രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ്. തെക്കേടത്ത് കുടുംബം. എൻ്റെ ചാച്ചനൊക്കെ കോട്ടയത്ത് മാന്നാനം അതിരമ്പുഴയിൽ നിന്ന് കൊടകിലോട്ട് കുടിയേറി വന്നതാണ്. മൈസൂർ രൂപതയ്ക്ക് അച്ഛനായിട്ട് എനിക്ക് 13 കൊല്ലം കഴിഞ്ഞു. ഇതൊരു തമിഴ്നാട്ടിൽ നിന്ന് അടുത്തും പിന്നെ മൈസൂരിൽ നിന്ന് ഒരു 110 കിലോമീറ്റർ മൈസൂർ രൂപതയിലെ ഒരു ഇടവക പള്ളിയിലെ വികാരിയാണ്. ഇവിടെ തമിഴാണ് മക്കൾ വർത്തമാനം പറയണേ. ഇത് നേരത്തെ മദ്രാസിലോട്ട് ഈ ഭാഗമൊക്കെ മദ്രാസിൽ ചേർന്നതായിരുന്നു. ഇത് കർണാടക എന്ന് പറഞ്ഞ് പിരിക്കുമ്പം ഈ ഭാഗത്തെ ഇത് കർണാടകയിലോട്ട് ചേർത്തുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ മൊത്തം തമിഴാണ് സംസാരിക്കുന്നത്. എന്നെ പിതാവ് ഇവിടെ വിട്ടപ്പം എനിക്ക് തമിഴ് പറയാനോ പഠിക്കാനോ വർത്തമാനം പറയാനോ ഒന്നും അറിയത്തില്ല. ഞാൻ പിതാവിനോട് പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു യു വിൽ ഡു എന്ന് പറഞ്ഞു. പിന്നെ പിതാവ് അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഒബീഡിയൻസ് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് ഇവിടെ വന്നു. 6 കൊല്ലം പൂർത്തിയായി. മക്കളൊക്കെ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ പോകുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് മക്കളുടെ ഒരു സഹായം കൊണ്ട് ചെയ്യാൻ സാധിച്ചു. ഞാൻ ജോലി ചെയ്യണ ഗ്രാമത്തോട്ട് സുൾവാടി, ഇത് ചാമരാജ് നഗർ ഡിസ്ട്രിക്ട്, കർണാടകയിലെ ചാമരാജ് നഗർ ഡിസ്ട്രിക്ട്, ഹന്നൂർ താലൂക്ക്, മാട്ടള്ളി പോസ്റ്റ്, സുൾവാടി ഇടവക. സുൾവാടി ഇടവകയിൽ കീറപ്പാത്തി എന്നുള്ള ഒരു സബ്സ്റ്റേഷനും കൂടിയുണ്ട്. അതിപ്പം ആ സബ്സ്റ്റേഷൻ മേരി മാഗ്ദലിൻ പുണ്യാളത്തിയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടും ഇത് പ്രഖ്യാപനപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 275 കുടുംബം തൊഴിലാളികളാണ്. എല്ലാം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഈ കല്ല് ഒക്കെ വെട്ടി ജീവിക്കണ ആൾക്കാരാണ്. പാവപ്പെട്ട ആൾക്കാരാണ്. പാവപ്പെട്ടവരാണെങ്കിലും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അത് പറയാനായിട്ട് ഞാൻ വളരെ സന്തോഷപൂർവ്വം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു മലയാളി ആണെങ്കിലും ആൾക്കാർ എന്നെ മലയാളിയെ പോലെയല്ല, അവരിൽ ഒരു കുടുംബത്തിൽ ഒരു അംഗം മാതിരിയാണ് എന്നെ കാണുന്നതും. എല്ലാ സഹായവും എല്ലാ രീതിയിലും സഹകാരം ഒത്തിരി നല്ല രീതിയിലാണ് ആൾക്കാർ എന്നോട് പെരുമാറിക്കൊണ്ടുള്ളത്. ഒരു സന്തോഷമുള്ള ഒരു നല്ലൊരു കുടുംബം മാതിരി, ഒരു ഇടവക അല്ല, എൻ്റെ ഒരു കുടുംബം മാതിരിയാണ് ഞാനിവിടെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ MEP മിഷനറീസ് ആയിരുന്നു ഇവിടെയൊക്കെ ജോലി ചെയ്തുകൊണ്ടായിരുന്നു. ആ MEP അച്ഛന്മാർ അവിടെ നിന്ന് മാതാവിനെ കൊണ്ടുവന്ന് ഇവിടെയാണ് വെച്ചത്. ഇവിടെ വെച്ചിട്ട് കൊല്ലത്തിനൊരിക്കൽ കുർബാനയും പ്രാർത്ഥനയും ഒക്കെ നടക്കും. ഇവിടുത്തെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുർബാന ചൊല്ലിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പം മഴ വരും. അവിടെ കിണറുണ്ട്, ആ കിണർ നിറയും എന്നുള്ള വിശ്വാസമാണ്. പിന്നെ മഴയ്ക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ, ഇവിടെ ഇത് ഒരു മരുഭൂമി ആയതുകൊണ്ട് മഴയൊന്നും അത്ര ഇല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് എല്ലാവരും കൂടെ കരഞ്ഞ് പ്രാർത്ഥിക്കും മഴയ്ക്ക് വേണ്ടി. മാതാവിനോട്, ഫാത്തിമ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പം അന്ന് മഴ വരും. ഇപ്പം തന്നെ ഇപ്പോൾ അവൻ്റെ വിശ്വാസമാണ് അച്ഛനിവിടെ വന്നതുകൊണ്ട് മഴ ചാറാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അത് അവൻ്റെ ഒരു വിശ്വാസമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മഴ പെയ്യുമെന്നാണ് ഇവൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരു അതിശയമുള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്നാണ് നമ്മുടെ ഈ സുൾവാടി ഇടവക തുടങ്ങാനുള്ള കാരണം ഈ സ്ഥലത്തു നിന്നാണ്. അങ്ങനെ ഒരു വിശ്വാസം ഇവിടെയാണ്.
ഇതിപ്പം ഫോറസ്റ്റിനകത്താണ്. ഇപ്പം നിങ്ങൾ കാണാം ആ ഭാഗത്തൊക്കെ നല്ല ചെടി മുളച്ച് കിടപ്പുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് ഇങ്ങനെ മുളയ്ക്കാതെ ഇത് ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്തോട്ടോ അങ്ങനെയൊന്നുമല്ല, ഇത് തന്നെ ഇങ്ങനെ ക്ലീനായി കിടക്കുക. അത് എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, മാതാവിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു അതിശയപ്പെട്ട സ്ഥലമാണ്. ആൾക്കാരുടെ വിശ്വാസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പം അവർക്ക് മഴ ദൈവം തമ്പുരാൻ തരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. தந்தை மகன் தூய ஆவியாரின் பேராலே அருள் நிறைந்த மரியே வாழ்க. ஆண்டவர் உடனே பெண்களுக்குள் ஆசீர்வதிக்கப்பட்டவர் நீரே, உம்முடைய திருவயிற்றின் கனியாக இயேசும் ஆசீர்வதிக்கப்பட்டவரே. புனித மரியே, இறைவனின் தாயே, பாவிகளாயிருக்கிற எங்களுக்காக பொழுது எங்களை இருப்பும் மேலே வேண்டிக் கொள்ளும். ஆமென். ஆவே 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 மாரியா, வாழ்க 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 മാരിയ. ഇത് ഒരു ക്രിസ്ത്യാനികളുള്ള നിറയെ ക്രിസ്ത്യാനികളുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ചുറ്റും ഇങ്ങനെ കാട് പ്രദേശമാണ്. പിന്നെ മണ്ണെന്ന് പറയാനായിട്ടില്ല, എല്ലാം പാറയാണ്, വലിയ പാറകളാണ്. അപ്പം കൃഷിയായിട്ട് മഴയില്ല, കൃഷിയായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ടൊന്നും ഇല്ല. കൂടുതലും ഇവിടെയുള്ള ആൺമക്കൾ പുറത്ത് ഗ്രാനൈറ്റ് പണിയും പിന്നെ ഇറ്റാച്ചി ഓപ്പറേറ്ററൊക്കെ ആയിട്ട് പുറത്ത് ജോലി ചെയ്യുക. നിറയെ പേര് കേരളത്തിലുണ്ട്, ആന്ധ്രയിലുണ്ട്, പിന്നെ കർണാടകയിലെ വേറെ സ്ഥലത്തൊക്കെ അവർ ജോലി ചെയ്യുവാണ്. കൃഷി എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ചോളം അവർ ചെയ്യും, പിന്നെ ഈ മുത്താരി, ഈ റാഗി എന്ന് പറയും, മുത്താരി, ആ കൃഷി ചെയ്യും. പിന്നെ അതല്ലാതെ മഞ്ഞൾ കൃഷി, ഇവിടെയുള്ള ആൾക്കാർ മഞ്ഞൾ കൃഷി, പിന്നെ കപ്പ, ഇച്ചിരി വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കപ്പയും പിന്നെ വാഴ കൃഷിയും ഇവർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ കൃഷി എന്ന് പറഞ്ഞാൽ ആട് മേയ്ക്കലും പിന്നെ ആട്ടിടയന്മാരാണ്. പിന്നെ കുറേ പശുക്കളെ ഒക്കെ വളർത്തി, അതൊക്കെയാണ് അവൻ്റെ ജീവിതം. ഇതിങ്ങനെ നമുക്ക് കാണാം, മലകൾ ചുറ്റി ഇങ്ങനെ മലകളുള്ള സ്ഥലമാണ്. ആ പണ്ട് കാലത്തൊക്കെ ഇതിലൊക്കെ വീരപ്പൻ, അപ്പോൾ പുള്ളിക്കാരനൊക്കെ ഇവിടെയൊക്കെ ജീവിച്ച് പോയ കാലങ്ങളാണെന്നാണ് പറയുന്നത്. ഇവിടെ പള്ളിയുണ്ട്, ആ പള്ളിയിലൊക്കെ വീരപ്പനെ പിടിക്കാൻ വേണ്ടി വന്ന പോലീസും STFും ഒക്കെ പണ്ട് കാലത്ത് വന്ന് അവരവിടെയൊക്കെ തങ്ങി അവിടെ ഇരുന്ന് പോലീസിനെ പിടിക്കാനൊക്കെ നമ്മുടെ പള്ളിയിലായിരുന്നു അവർ കിടന്നുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. കുറേ ആൾക്കാരൊക്കെ വീരപ്പൻ്റെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അതൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം, എന്താണെന്നുള്ളത് അറിയാം. അങ്ങനെ മൊത്തം പാറയായിട്ടുള്ള ഒരു സ്ഥലം, പിന്നെ നല്ല റോഡോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആ മലയിൽ ഒരു മാതാവിൻ്റെ ഒരു ചെറിയൊരു ഗ്രോട്ടോ നിങ്ങൾ കാണാം, ഒരു വെള്ള ഗ്രോട്ടോ അങ്ങ് പുറത്ത്. അത് നമ്മുടെ കുറവലങ്ങാട് എന്നുള്ള ഒരു അച്ഛൻ, ഗ്രിഗോറിയസ് അച്ഛൻ എന്ന് പറയും, മാട്ടള്ളിയിലെ വികാരിയായിരുന്നു 70-ാം ആണ്ടുകളിൽ. അപ്പം പുള്ളിയാണ് അവിടെ ഒരു ഗ്രോട്ടവും, പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്ത് 2 ഗ്രാമങ്ങൾ കൂടിയുണ്ട്. ആ ഗ്രാമത്തോട്ട് പോകാനായിട്ട്, ആ വില്ലേജിലോട്ട് പോകാനായിട്ട് വഴിയും കൂടെ അച്ഛനാണ് അത് കാടൊക്കെ വെട്ടി ഗവൺമെൻറ് ഇന്നും ആ 2 ഗ്രാമത്തിലേക്ക് പോകാനായിട്ടുള്ള, വില്ലേജിലേക്ക് പോകാനുള്ള വഴിയുമില്ല, ഒന്നുമില്ല. അന്ന് അച്ഛൻ ചെയ്ത ആ വഴി മാത്രം ഇന്നും കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഒന്നും അവിടെ ഒരു ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പുറത്ത് ആൾക്കാർ ഈ കൃഷിയൊന്നും, ഇവിടെ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്ത് ആൾക്കാർ പോയി വന്ന് അവിടെ നിന്നുള്ള ഈ ഓപ്പറേറ്ററും പിന്നെ ഗ്രാനൈറ്റ് വർക്കറും സ്റ്റോൺ കട്ടറും ഇങ്ങനെയൊക്കെ അവർക്ക് കിട്ടുന്ന കാശൊക്കെ ആയിട്ടാണ് ഈ ഭാഗത്തുള്ള മക്കൾ ജീവിച്ചു പോകുന്നത്. ഇവിടെ അച്ഛന്മാരൊക്കെ വരാനായിട്ട് ഭയങ്കര പ്രയാസപ്പെടുന്ന ഒരു സ്ഥലമൊക്കെയാണ്. ആരും ഇഷ്ടപ്പെടുകയല്ല. എന്ന് വെച്ചാൽ വെള്ളമില്ല, വഴിയില്ല, ഭക്ഷണമില്ല, അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്.
വന്ന തുടക്കത്തിലൊക്കെ അച്ഛൻ എന്തിനാ വന്നേ എന്നൊക്കെ പറഞ്ഞ് ശല്യപ്പെടുത്തിയ ആൾക്കാർ ഇന്ന് എന്നെ വളരെ സ്നേഹമാണ്. ഇങ്ങനെ വഴിയിലൊക്കെ കിട്ടുമ്പോൾ ആൾക്കാരൊക്കെ കിട്ടുമ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അവരോട് കൂട്ടുപിടിക്കും. അങ്ങനെയൊക്കെ അവരോട് ലോകത്തിലായി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ നല്ല സ്നേഹത്തിലൊക്കെയാണ്. ആൾക്കാരൊക്കെ നല്ല പാവപ്പെട്ട ആൾക്കാരാണ്, നല്ല സ്നേഹത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പം ഇതേ ആടൊക്കെ മേയിച്ചിട്ട് കാലത്തെ അവർ ആടിൻ്റെ കാര്യങ്ങളാണ്. അവർ ആടൊക്കെ മേയിച്ചിട്ട് അവർ കാട്ടിൽ നിന്ന് ഇങ്ങനെ ആടുമായിട്ടൊക്കെ ഇങ്ങനെ വരുവാണ്. எத்தனை ஆடு இருக்குது? 40 இருக்குதா? ഇത് നമ്മുടെ ഈ ഭാഗത്തെ ഗ്രാമത്തിൻ്റെ ഒരു പള്ളിയാണ്. എല്ലാവരും ആടിനും മാടും പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞ് പിന്നെ അവരിവിടെ വന്ന് എല്ലാ ദിവസങ്ങളിൽ ജപമാല ചെല്ലാറുണ്ട്. ജപമാല ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ആൾക്കാരുടെ കൂടെ കൂടി ജപമാല ചെല്ലും. അത് കഴിഞ്ഞ് വീട് സന്ധിക്കാനായിട്ട് വീട്ടിലോട്ട് ചെല്ലും. വീട്ടിൽ ചെന്ന് അവിടെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മേടയിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പള്ളി. ആൾക്കാർ പ്രാർത്ഥിക്കാനും പിന്നെ കുർബാനയ്ക്കും ഒക്കെ വരുന്ന ഒരു பள்ளியா. அருள் நிறைந்த மரியே வாழ்க, ஆண்டவர் உம்முடனே, பெண்களுக்குள் ஆசி பெற்றவர் நீரே. உம்முடைய திருவயிற்றின் கனியாகி இயேசுவும் ஆசீர் பெற்றவரே. புனித மரியே தாயே, பாவிகளாய் இருக்கிற எங்களுக்காக இப்பொழுது எங்கள் இறப்பின் வேளையிலும் வேண்டிக் கொள்ளும். ஆமென். அருள் நிறைந்த மரியே வாழ்க, ஆண்டவர் உம்முடனே, பெண்களுக்குள் ஆசி பெற்றவர் நீரே. உம்முடைய திருவயிற்றின் கனியாகி இயேசுவும் ஆசீர் பெற்றவரே. புனித மரியே தாயே, பாவிகளாய் இருக்கிற எங்களுக்காக இப்பொழுது எங்கள் இறப்பின் வேளையிலும் வேண்டிக் கொள்ளும். ஆமென். அமலோர் பரியே அருள் நிறை தாயே, வாழ்க வாழ்க. மாசற கன்னியே மாபெரும் தாயே, வாழ்க வாழ்க. வாழ்க தாயே, வாழ்க நீயே, வாழ்க வாழியவே. அன்னையே வாழ்க, அமளியே வாழ்க, வாழ்க வாழியவே. அமலோர் பவியே அருள் நிறை தாயே, வாழ்க வாழ்க. மாசற கன்னியே மாபெரும் தாயே, வாழ்க வாழ்க. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആൾക്കാരെല്ലാവരും കൂടെ ഇങ്ങനെ ഓരോരോ വീടിങ്ങനെ നമ്മൾ കയറി ഇറങ്ങും. വീട്ടിൽ കയറി വീട്ടിലെ പല വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആദ്യം ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് തരും. മൊന്തയിൽ വെള്ളം കൊണ്ടുവന്ന് തരും. അത് ഇവിടുത്തെ ഒരു കൾച്ചറാണ്. വെള്ളം കൊണ്ടുവന്ന് തന്നെ ഒരു കൾച്ചറാണ് അത്. അങ്ങനെയാണ് അവർ ആൾക്കാരെ വന്ന അതിഥികളെ അവർ വീട്ടിലോട്ട് സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചായയോ ഭക്ഷണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ തരാറുണ്ട്. ഇതാണ് ഇപ്പം ഇവിടെ വന്ന ഈ കുടുംബത്തിൻ്റെ വീട്. ഇതാണ് വീട്. ഇങ്ങനത്തെ വീട്ടിലൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. ഇതാണ് ആൾക്കാർ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്ന രീതി. ഇതിങ്ങനെയാണ് കട്ടില്, ഇതാണ് അടുപ്പ്, ഇത് ബെഡ്റൂം, ബാത്റൂം എല്ലാം ഒരേ റൂമാണ്. അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ജീവിക്കുന്നത്. சொல்லுங்க 10 கட்டளைகள். நாமே உன் கடவுளாகிய ஆண்டவர், எம்மை தவிர வேறு தெய்வங்கள் உனக்கு இருத்தலாகாது.
இரண்டாவதும் கடவுளாகிய ஆண்டவரின் பெயரை வீணாக பயன்படுத்தாதே. மூன்றாவது ஓய்வு நாளை தூயதாக கடைபிடித்ததாயிரு. நான்காவதும் தந்தையும் தாயும் மதித்து நட. ஐந்தாவது கொலை செய்யாதே. ஆறாவது விசாரம் செய்யாதே. ஏழாவது களவு செய்யாதே. இந்த 10 கட்டளைகள் என்னென்னு நம்மளுக்கு தெரியும். அதில் முதல்ல 3 கட்டளைகள் முக்கியமாக கடவுளை பற்றி இருக்குது. ஓகே, 3 கட்டளைகள். அதான பிறகு அது பொன்னாடி இருக்கிறது எல்லாமே என் பக்கத்தில் இருக்கிறவர், என்னோட கூட இருக்கிறவர் பற்றி, கூட கடவுளை நேசிக்கிறது, அப்புறம் கூட இருக்கிறவரை நேசிக்கிறது. இது தானே அந்த 10 கட்டளைகள். 2 பிரிச்சிருக்கிறார். அதுதான் கடைசியில் 2 கட்டளைகள்னு சொல்லிட்டு அந்த 2 கட்டளையில் முதல்ல கடவுளை எப்படி நேசிக்கணும், அதே மாதிரி உன்னை അടുത്തിരിപ്പവരെ നീ നേസിക്കണമെന്ന് சொல்லியிருக்கிறார் இல்லையா. 2019 ഞാൻ ഈ ഇടവക വികാരിയായിട്ട് വരുന്നത്. ഞാൻ ആദ്യത്തെ വികാരി. ഈ പിള്ളേരൊക്കെ കൊച്ചു പിള്ളേരാണ്. ഞാനിവിടെ വരുമ്പോഴൊക്കെ കൊച്ചു പിള്ളേരാണ്. പറഞ്ഞ പോലെ എനിക്കിവിടെ വീടോ താമസിക്കാൻ സ്ഥലമോ കാര്യങ്ങളൊന്നും ഇല്ല. പഠിപ്പോ കാര്യങ്ങളോ ഈ എല്ലാ പിള്ളേരെ ഇങ്ങനെ കുട്ടിവെച്ച് ഇവർക്ക് വേദേശവും പഠിപ്പും ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു തുടക്കത്തിൽ. ഈ കൊച്ചു പിള്ളേരെ ഇവർ കൂടെ നിർത്തിക്കൊണ്ട് ഇവർക്ക് ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 230 കിലോമീറ്റർ, മൈസൂരിൽ നിന്ന് ഒരു 110-120 കിലോമീറ്റർ, ഈറോഡ്, തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്ന് ഒരു 100-110 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമാണിത്. ഒരു പട്ടിക്കാടെന്ന് തന്നെ പറയാം. ഒരു ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാതെ, വണ്ടിയില്ല. പിന്നെ ഇത് തമിഴ്നാടും അല്ല, കർണാടകവും അല്ല. അപ്പോൾ കർണാടകയുടെ ബോർഡർ ആയതുകൊണ്ട് കൂടുതലും ആരും ഇതുപറ്റി, ഈ സ്ഥലത്തിനെ പറ്റി ഇവർക്ക് വല്ലതും കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ ചെയ്യാനുള്ള ഒരു ചിന്താഗതി ഇല്ലാതെ ഒരു പരിസ്ഥിതിയാണ് ഇവിടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് തമിഴ് അറിയാം. എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത്. ഇവിടെയുള്ള ഇത് തമിഴ് ബോർഡർ ആയതുകൊണ്ട് തമിഴാണ് സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ ഇവർ കന്നഡം പഠിക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷും അവർക്ക് ഈ 3 ലാംഗ്വേജ് ഈ പിള്ളേരുകൾ ഇവർ പഠിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മുഖ്യமான ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് വല്ലതൊക്കെ എന്നാലാണത് പഠിപ്പിച്ചു കൊടുക്കുക, ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പം ക്ലാസ് വൈകുന്നേരം നേരത്തും സമയം കിട്ടുമ്പോഴൊക്കെ പിള്ളേരിൻ്റെ കൂടെ ഇവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലും ഒരു നല്ല രീതിയിൽ നാളെ നല്ല ഒരു പിള്ളേരായിട്ട് മുമ്പിലോട്ട് വരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇതുവരെ നല്ല ഒരു സപ്പോർട്ടാണ്. പിള്ളേർ എല്ലാവരും എപ്പോഴും എൻ്റെ കൂടെയാണ്. എല്ലാ പിള്ളേരും എൻ്റെ കൂടെയാണ്. പിള്ളേർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, പഠിക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, ലാംഗ്വേജ് പറഞ്ഞു കൊടുക്കും, ഏകദേശം ക്ലാസ്സുകളൊക്കെ എടുക്കും. പിന്നെ പിള്ളേരുടെ കൂടെ അവരുടെ വീട്ടിൽ പോവും, സ്കൂളിൽ പോവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. അതേപോലെ പിള്ളേർ വളരെ സന്തോഷമാണ്. പള്ളിയായിട്ടും കാര്യങ്ങളായിട്ടും വളരെ സന്തോഷമാണ്. ഇത് ഇത്ര പിള്ളേർ മാത്രമല്ല, ഇനിയും ഒത്തിരി പിള്ളേരുണ്ട്. അവരൊക്കെ പല സ്ഥലത്ത് വരാതിരിക്കുന്നതാണ്, വന്നിട്ടില്ല, ഇന്നിപ്പം വന്നിട്ടില്ല. ഇനിയും ഒത്തിരി പിള്ളേരുണ്ട്. എല്ലാവരും ഒത്തിരി സഹായം, ഒത്തിരി സ്നേഹമുള്ള ഒരു പിള്ളേരാണ്. പിള്ളേർ മാത്രമല്ല, ജനങ്ങൾ നല്ല ഒരു സ്നേഹമുള്ള ഒരു ജനങ്ങളാണ്. ഈ സുൾവാടി, ഇത് സുൾവാടി ഇടവകയാണെന്നാണ് പറയുന്നത്. പാത്തിമ മാതാവിൻ്റെ പേരിലുള്ള ഇടവകയാണ് സുൾവാടി. ഈ ഗ്രാമത്തിൽ നല്ല സ്നേഹമുള്ള പിള്ളേരെയും ആൾക്കാരെയും ഞാൻ കണ്ടുകിട്ടിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ ചെയ്തിടും പാത്തിമ തായേ, നഴിക്കലും നേടി വന്നോം ആദരിത്തായേ. என் நினைவிலும் நீயே, என் வாழ்விலும் நீயே, என் நினைவிலும் நீயே, என் வாழ்விலும் நீயே. நீங்காத துணையாக வருவாயம்மா, என் நிலை அறிந்து உன் அருளை தருவாயம்மா. ഞാനിവിടെ വന്ന തുടക്കത്തിൽ മരത്തിൻ്റെ അടിയിലൊക്കെ ആയിരുന്നു എൻ്റെ ബെഡ്റൂം. മരമൊക്കെ ആയിരുന്നു എൻ്റെ ബെഡ്റൂം. ഈ മുറി ആദ്യത്തെ പള്ളിയാണ്. ഞായറാഴ്ച ദിവസം ഇവിടെ ബലിയർപ്പണം നടക്കും. പിന്നെ വേറെ ദിവസങ്ങളിൽ ഈ മുറിയിലാണ് പള്ളിക്കൂടം. പിള്ളേർക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാറുണ്ട്. വന്ന് ഈ മുറിയുടെ അവസ്ഥ നിങ്ങൾ കാണാം. പൊടിയും കാറ്റും മഴയും വരുമ്പോഴത്തേക്ക് ഇത് ഒത്തിരി പഴയ ഒരു ബിൽഡിംഗ് ആണ്. ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് തരും.
എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ പിള്ളേരാണ് കൂടെ ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പം ഇത് എല്ലാം ഓൾ ഇൻ ഓൾ ആണ്, പള്ളിയുടെ ഓൾ ഇൻ ഓൾ ആണ്. ഇത് സ്റ്റോർ റൂമാണ്, സ്റ്റോക്ക് റൂമാണ്, പള്ളിക്കൂടാണ്, പിന്നെ കിച്ചനാണ്, ഇത് ബെഡ്റൂമാണ്. പിന്നെ ഇതിൽ ബിഷപ്പുമാരും വന്നിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ കുർബാനയും വലിയ പെരുന്നാളും കാര്യത്തിനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മുറിയാണിത്. ഇതായിരുന്നു എൻ്റെ തുടക്കം. ഈ മരത്തിൻ്റെ അടിയിൽ നിന്ന് തുടങ്ങിയതാണെങ്കിലും ഇതാണ് എൻ്റെ ഒരു വീടെന്ന് പറയാനായിട്ട് ഉള്ളത്. ഇത് മാത്രമേ. ഒരു മിഷനറി ആയിട്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചെയ്ത കാര്യങ്ങൾ അത് എനിക്ക് വേണ്ടിയോ അല്ല എനിക്ക് പേര് വരാൻ വേണ്ടിയോ അല്ല, ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ള ഒത്തിരി സന്തോഷമുണ്ട്. അതേമാതിരി ആ സന്തോഷം എനിക്ക് ഇവിടെയുള്ള ആൾക്കാർ അവരുടെ പ്രവൃത്തിയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ അവർക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്, അവർക്ക് സമാധാനം കൊടുത്തിട്ടുണ്ട്, സന്തോഷം കൊടുത്തിട്ടുണ്ട്. അതോടെ അവർക്ക് ഈശോനെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് വളരെ സന്തോഷപ്പെടുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ എൻ്റെ പ്രവൃത്തി വഴിയായി കുറച്ചൊക്കെ ഈശോനെ അറിയിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്നെക്കൊണ്ട് ഈശോ ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള വളരെ സന്തോഷം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ജോലി ചെയ്യാനായിട്ട് ഒത്തിരി അച്ഛൻപിള്ളേരും കന്യാസ്ത്രീകളും കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആരും അച്ഛൻ പഠിക്കാനോ ഇല്ല കന്യാസ്ത്രീ മഠത്തിൽ പോകാൻ ആരും ഇല്ല. അപ്പം കൂടുതൽ ഇങ്ങനത്തെ സ്ഥലത്ത് ജോലി ചെയ്യാനായിട്ട് സിറ്റിയിലും പള്ളിക്കൂടത്തിലും സ്കൂളിലും ഒക്കെ ജോലി ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനത്തെയൊക്കെ മിഷൻ സ്റ്റേഷനിൽ ആരും എത്തിപ്പെടാത്തയിടത്ത് ഈശോനെ അറിയിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരെ ഈശോയ്ക്ക് ആവശ്യമുണ്ട്. സന്തോഷമായിട്ട് ഇങ്ങനത്തെയൊക്കെ ജോലി ചെയ്യാനായിട്ട് കൊച്ചു പിള്ളേർ ഇതിന് ഈ കാര്യത്തിന് വേണ്ടി മനസ്സ് വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு ഇത്, സൂപ്പർ നാച്ചുറൽ ആണ്ട്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടും. ചിലപ്പോൾ തീയിടും, അല്ലെങ്കിൽ അങ്ങനെ ഡാൻസൊക്കെ ഇങ്ങനെ കളിച്ച് ഈശോയെ നന്ദി പറഞ്ഞ് എന്നിട്ട് നമ്മ കിടക്കാൻ പോകും. தேவராஜ்யம் பேச்சில் இல்ல, தேவராஜ்யம் பலத்தில் உள்ளதே. தேவராஜ்யம் பேச்சில் இல்ல, தேவராஜ்யம் பலத்தில் உள்ளதே. நிறைவேறாத வாக்குத்தத்தங்கள்